പ്രതിഷേധിച്ചു. ലക്ഷം വരുന്ന കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തെ ആസ്പദമാക്കിയുള്ള ഒരു പോളിംഗ് അറ്റൻഷനാണ് സാർ ഞാൻ ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച് തൊഴിൽ ഉറപ്പില്ലാതെയും തൊഴിലാളികളുടെ അവകാശങ്ങളാകെ കവർന്നെടുത്ത് രാജ്യത്തെ ഗ്രാമീണ മേഖലയിൽ ജീവിക്കുന്ന കോടിക്കണക്കിന് ദരിദ്രരുടെ ജീവിതമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തകർത്തെറിഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് ഗണ്യമായ സ്വാധീനം ഉണ്ടായിരുന്നു. 2005 ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് ഇടതുപക്ഷത്തിന്റെ ശക്തമായ ഇടപെടലാണ് ഗ്രാമീണ ജനങ്ങൾക്ക് തൊഴിലും വരുമാനവും ഉറപ്പുവരുത്തി അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഇത്തരമൊരു നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കിയത്. ഇടതുപക്ഷത്തിന്റെ അംഗബലം പാർലമെന്റിൽ കുറഞ്ഞതോടെ തൊഴിലുറപ്പ് പദ്ധതി ദുർബലപ്പെടുത്താൻ നീക്കങ്ങളും ശക്തമായി. രണ്ടാം UPA ഭരണകാലത്ത് തന്നെ പദ്ധതിയിൽ കാർഷിക മേഖലയിലെ ആവർത്തന സ്വഭാവമുള്ള കൃഷിപ്പണികൾ പദ്ധതിയിൽ ഏറ്റെടുക്കാൻ പാടില്ലെന്ന വ്യവസ്ഥ നിയമത്തിൽ ഉൾപ്പെടുത്തി. നരേന്ദ്രമോദി ഭരണം തുടക്കം മുതൽ പദ്ധതി ദുർബലപ്പെടുത്താനും കോടിക്കണക്കിന് തൊഴിലാളികളെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കാനും നടപടികൾ തുടങ്ങി. ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിൽ ഇല്ലാത്തതിനാൽ കഴിഞ്ഞ വർഷങ്ങളിൽ 5.5 കോടിയോളം കുടുംബങ്ങളെ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കി. കേരളത്തിൽ മുഴുവൻ ആക്റ്റീവ് തൊഴിലാളി കുടുംബങ്ങൾക്കും ആധാർ അധിഷ്ഠിത അക്കൗണ്ട് ഉള്ളതിനാൽ പദ്ധതിയിൽ നിന്ന് ഒരു കുടുംബവും ഒഴിവാക്കപ്പെട്ടിട്ടില്ല. പദ്ധതിയിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ പേര് ഒഴിവാക്കി പകരം വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ ആജീവിക മിഷൻ ഗ്രാമീൺ ചുരുക്കത്തിൽ രാംജി എന്നാക്കി പദ്ധതിയിലെ സംഘപരിവാർക്ക് വർഗീയ പ്രചരണ ആയുധമാക്കി പദ്ധതിയെ മാറ്റിയിരിക്കുന്നു. അതോടൊപ്പം ആവശ്യപ്പെടുന്ന മുറയ്ക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന അവകാശാധിഷ്ഠിത പദ്ധതിയായിരുന്ന ഗ്രാമീണ തൊഴിൽ ഉറപ്പ് പദ്ധതി ഉറപ്പില്ലാത്ത പദ്ധതിയാക്കി കേന്ദ്ര സർക്കാർ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ടും കള്ളപ്രചാരവേല നടത്തി സംഘപരിവാറുകൾ തൊഴിലാളികളെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് സാർ. രാജ്യത്താകെ 15.5 കോടി കുടുംബങ്ങളിലായി 26 കോടി തൊഴിലാളി കുടുംബങ്ങളാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 8.5 കോടി കുടുംബങ്ങളിൽപ്പെട്ട 12.5 കോടി തൊഴിലാളികൾ മാത്രമാണ് ആക്റ്റീവ് തൊഴിലാളികളായി ഉള്ളത്. കേന്ദ്ര സർക്കാർ ആകെ അനുവദിച്ചത് ലേബർ ബഡ്ജറ്റും തുടർച്ചയായി കുറയ്ക്കുകയാണ്. 23-24 307 കോടി, 24-25 243 കോടി, 2025-26 210 കോടി, അങ്ങനെ തൊഴിൽ ദിനം കുറയ്ക്കുകയാണ്. ആദ്യം 1,18,887 കോടി രൂപയിൽ നിന്ന് വെട്ടിക്കുറച്ച് 86,000 കോടിയായി ചുരുക്കിയിരിക്കുകയാണ്. രാജ്യത്ത് പദ്ധതി മാതൃകയായി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് സാർ കേരളം. ശരാശരി തൊഴിൽ ദിനങ്ങൾ 67 നൽകുന്നു. 100 തൊഴിൽ ദിനങ്ങൾ 40% കുടുംബങ്ങൾക്കും നൽകുന്നു. അവർക്ക് 1,200 രൂപ ഫെസ്റ്റിവൽ അലവൻസ് നൽകുന്നു. ആദിവാസി കുടുംബങ്ങൾക്ക് 200 തൊഴിൽ ദിനം നൽകുന്നു. ട്രൈബൽ പ്ലസ് പദ്ധതി സംസ്ഥാനം നടപ്പിലാക്കുന്നു. നഗരപ്രദേശങ്ങളിൽ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നു. തൊഴിലാളികൾക്ക് ക്ഷേമനിധിയും രാജ്യത്തിന് മാതൃകയായി നടപ്പിലാക്കുന്നു. സംസ്ഥാനത്ത് 19 ലക്ഷം കുടുംബങ്ങളിൽപ്പെട്ട 22 ലക്ഷം തൊഴിലാളികൾക്കാണ് ആക്റ്റീവ് കുടുംബങ്ങളിലായുള്ളത്. അവർക്ക് തൊഴിൽ കൊടുത്തു വരികയാണ് സാർ. പുതിയ നിയമം പദ്ധതിയുടെ ബാധ്യത ആകെ സംസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പദ്ധതി തുകയുടെ 60% കേന്ദ്രവും 40% സംസ്ഥാനവും എന്നാക്കി മാറ്റി. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായി എല്ലാ മാനദണ്ഡങ്ങളും കേന്ദ്രം നിശ്ചയിച്ച് നടപ്പാക്കുമ്പോഴാണ് ഇത്തരമൊരു കൊള്ളകൂട നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പുതിയ നിയമപ്രകാരം അവിദഗ്ധ തൊഴിൽ, വിദഗ്ധ തൊഴിൽ, മെറ്റീരിയൽ കോസ്റ്റ്, ഭരണച്ചെലവ് എല്ലാ ഇനത്തിലും 60% മാത്രമേ കേന്ദ്രം തരൂ. മാത്രമല്ല, കേന്ദ്രം അനുവദിക്കുന്ന ലേബർ ബഡ്ജറ്റിന് ആനുപാതികമായ 60% അനുവദിക്കണമെങ്കിൽ 40% സംസ്ഥാനം മുൻകൂർ തീരുമാനിച്ചിരിക്കുന്നു. ഇതിനു പുറമെ കേന്ദ്രം അനുവദിക്കുന്നതിന് പുറത്തു നൽകുന്ന തൊഴിലിന്റെ മുഴുവൻ തുകയും സംസ്ഥാനം തന്നെ വഹിക്കണമെന്ന് പ്രത്യേകം നിഷ്കർഷിക്കുകയാണ്. സംസ്ഥാനങ്ങളെ അരിഞ്ഞുമുറുക്കി പ്രതിസന്ധിയിലാക്കുകയാണ്. മറ്റെല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലും വൻ വെട്ടിക്കുറവ് വരുത്തി പദ്ധതി വിഹിതം പോലും നിഷേധിക്കുന്ന ഘട്ടത്തിലൂടെ ഈ നടപടി തൊഴിലുറപ്പ് പദ്ധതിയെ തകർത്ത ഗ്രാമീണ ജനങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിടാനാണ് ശ്രമിക്കുന്നത്. തൊഴിലുറപ്പ് നിയമത്തിൽ
മണ്ണുജല സംരക്ഷണ പ്രവർത്തനങ്ങൾ അടക്കം 266 ഇനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുമായിരുന്നു. ഗ്രാമപ്രദേശത്ത് തൊഴിൽ കണ്ടെത്താനും പ്രത്യേക പരിപാടി ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ